നമസ്കാരം, വെൽക്കം ടു വിന്നേഴ്സ് ആൻഡ് ടെക് ക്ലാസ്സസ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിസംബർ മാസത്തിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറെ നാളായിട്ട് PSC എഴുതുന്നവരും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എല്ലാവരും തന്നെ കാര്യമാണ്. ഡിസംബർ മാസത്തിലെ കേരള PSC ബൾക്ക് നോട്ടിഫിക്കേഷൻസ് ഇറക്കുന്ന സമയമാണ്. 100-ൽ കൂടുതൽ നോട്ടിഫിക്കേഷൻ ഡിസംബർ മാസത്തിൽ വരുന്നത്. അത് നമ്മുടെ ഇയർ മാറുമ്പോൾ പ്രായത്തിന്റെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഉദ്യോഗാർത്ഥികളുടെ പ്രായം മാറുന്നതനുസരിച്ച് അവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. സോ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബൾക്കായിട്ട് നോട്ടിഫിക്കേഷൻസ് ഡിസംബർ മാസം പബ്ലിഷ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ 100-ൽ കൂടുതൽ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ വട്ടവും അതിന്റെ ഫസ്റ്റ് സെറ്റ് നോട്ടിഫിക്കേഷൻ റെഡി ആയിട്ടുണ്ട്. ഡിസംബർ 15-ന് വരുന്ന ഗസറ്റിനകത്ത് ഇറങ്ങാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസിന്റെ കാര്യം 25-ാം തീയതി, അതായത് മെനഞ്ഞാന്ന് നടന്ന തിങ്കളാഴ്ച നടന്ന PSC ബോർഡ് മീറ്റിംഗിൽ തീരുമാനമായതിന്റെ പ്രസ് റിലീസ് ഇറങ്ങിയിട്ടുണ്ട്. സോ ഇനിയും നോട്ടിഫിക്കേഷൻസ് വരാം. സാധാരണ ഡിസംബർ 2 സെറ്റ് നോട്ടിഫിക്കേഷൻസ് ആണ് വരാറുള്ളത്. ഡിസംബർ 15-ന്റെ ഗസറ്റും ഡിസംബർ 30-31-ന്റെ ഗസറ്റ് ആയിട്ട് 2 എണ്ണം വരാറുണ്ട്. സോ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഇന്നലെ നടന്ന മീറ്റിംഗിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രസ് റിലീസിൽ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷൻസിനകത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക്, നമ്മൾ കഴിഞ്ഞ വെബിനാറിലൊക്കെ പറഞ്ഞതാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു AE നോട്ടിഫിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലെ AE ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വന്നിട്ടുണ്ട് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻസ് ഇറങ്ങാൻ പോവാം. 4ാമത് കിടക്ക നിങ്ങൾ നോക്കിയേ, 4ാമത്തെ വായിക്കാൻ പറ്റുമെന്ന് അറിയില്ല. 4ാമത് പറഞ്ഞിട്ടുണ്ട് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലെ AE ആണ്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ 2 ടൈപ്പ് AE തസ്തിക. ഒന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹൈഡ്രോളജി എന്ന് പറഞ്ഞ സിവിൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് 2027 വന്നിട്ടേ ഉള്ളൂ. സോ ആ നോട്ടിഫിക്കേഷൻസ് അല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. പിന്നെ ഉള്ള അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് പിന്നുള്ള AE എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ AE ആണ്. 2022 ഫെബ്രുവരി മാസമാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞത്. സോ നമുക്ക് അതിന് സംശയത്തിന്റെ കാര്യമില്ലെന്ന് വിശ്വസിക്കാം. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് വാട്ടറിലെ AE നോട്ടിഫിക്കേഷൻസ് ആണ്. നിങ്ങളുടെ പ്രൊഫൈലിൽ ഇപ്പൊ ഇത് കാണാൻ പറ്റില്ല. പ്രൊഫൈൽ വരുന്നത് ഡിസംബർ 15-ന്റെ ഗസറ്റ് ആണ്. സോ ആ സമയം ആകുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊഫൈലിൽ ഇത് വരുന്നതായിരിക്കും. സോ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രീവിയസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2016-ലാണ് അതിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത്. 215/2016 എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നത്. പാസ് ഇൻ ബിടെക് അല്ലെങ്കിൽ ബിടെക് വിത്ത് 50% മാർക്ക് മതി അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉള്ളത്. സോ ബിടെക് പാസ്സായി നിൽക്കുന്ന മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു അവസരമായിരിക്കും. അതിനകത്ത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 12 അഡ്വൈസുകളാണ് പോയിരിക്കുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് 50, 60, 100, 70 AE വേക്കൻസീസ് ഒന്നും വരത്തില്ല. ഇതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ AE വേക്കൻസി എല്ലാം വരുന്നത്. റീസെന്റ് നടന്നിരിക്കുന്ന ഇറിഗേഷൻ AE ആണെങ്കിൽ പോലും ഇതുപോലൊക്കെ തന്നെയാണ് അഡ്വൈസ് പോകുന്നത്. ഒരിക്കലും നമുക്ക് 100, 50, 70 ഒന്നും പ്രതീക്ഷിച്ച് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് AE ഇരിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. വളരെ കുറച്ച് വേക്കൻസി, പക്ഷേ അത് നിങ്ങൾ എത്തിപ്പിടിക്കാൻ പറ്റുന്നത് തന്നെയാണ്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് എത്തിപ്പിടിക്കാൻ പറ്റുന്നത് തന്നെയാണ്. സോ 215/2016 എന്ന കാറ്റഗറി നമ്പറിൽ നോട്ടിഫിക്കേഷൻ വന്നു. അതിന്റെ പ്രീവിയസ് കട്ട് ഓഫ് 47.33 ആണ്. ഇപ്പൊ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, അതായിരിക്കത്തില്ല എന്ന് നിങ്ങൾ ഓർത്തിരിക്കുന്നത്. എഴുതി കിട്ടിയ മാർക്കാണ് 47.33. ഇപ്പോഴൊന്നും അതായിരിക്കത്തില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ ലെവൽ വെച്ചിട്ട് നിങ്ങൾ ഇതൊന്നും പ്രതീക്ഷിച്ച് ഈ രീതി പഠിച്ചാൽ മാത്രം പോരാ. പിന്നെ അറിയേണ്ട കാര്യം, 34 പേരായിരുന്നു കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. പിന്നെ സപ്ലിമെന്ററി ഒക്കെയാണ്. അതിനകത്ത് 12 ആൾക്കാരെയാണ് എടുത്തിരിക്കുന്നത്. 2019 ജനുവരി 31-നാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയിരിക്കുന്നത്. ഇത് 2022 ഫെബ്രുവരി മാസം 1-ാം തീയതി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു. അതിന്റെ ക്യാൻസലേഷൻ നോട്ടിഫിക്കേഷനും കേരള PSC സൈറ്റിൽ തന്നെ കിടപ്പുണ്ട്. സോ ഇതാണ് ഇതിന്റെ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന നമ്മുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കുന്ന കാര്യം, വിനേഴ്സ് അക്കാഡമി ഒരു 3 മാസം മുന്നേ തന്നെ നമ്മൾ പുതിയ AE ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. റോയൽ ബാച്ച് ഫോർ AE ബാച്ച് എന്ന് പറഞ്ഞിട്ട് പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്നതിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട്, നേരത്തെ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. വളരെ കാര്യമായിട്ട് അതിന്റെ ക്ലാസ്സുകൾ നടന്നു പോവുകയാണ്. പൂർണ്ണമായിട്ടും പുതിയ ക്ലാസ്സുകൾ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ഇറിഗേഷൻ AEക്കാണ് AEയുടെ ക്ലാസ് നിർത്തിയത്. അതിനുശേഷം പഴയ കണ്ടന്റ് മാറ്റിയിട്ട് ഇപ്പം ഈ ഒരു ബാച്ചിനകത്ത് കംപ്ലീറ്റ്ലി പുതിയ ക്ലാസ്സുകൾ തന്നെയാണ്. റിയാസ് സാറ്, സാദിഖ് സാറ്, അതുപോലെ തന്നെ ഞാൻ, അങ്ങനെ ഒട്ടനവധി ഫാക്കൽറ്റീസ് തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാമെങ്കിൽ ഏകദേശം ഒരു 20-25 ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ ഫ്രീ കണ്ടന്റ് ആയിട്ട് കിടപ്പുണ്ട്. പഠിപ്പിക്കുന്നത് ആരാണ്, എങ്ങനെയാണ്, ക്ലാസ്സിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നൊക്കെ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആപ്പിനകത്ത് ഫ്രീ കണ്ടന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സിലബസ് എങ്ങനെയാണ്, എങ്ങനെ പഠിക്കണം, എന്തായാലും ഡിസംബർ മാസം 31-ാം തീയതിയോടുകൂടി അടുത്ത വർഷം വരാൻ പോകുന്ന എക്സാം കലണ്ടർ നമുക്ക് കിട്ടും. സോ ആ എക്സാം കലണ്ടറിനകത്ത് AE യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, AE ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലൂടെ ഒറ്റ എക്സാം ആയിട്ടായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. അതിന്റെ എക്സാമിന്റെ പ്രോബബിൾ മന്ത് ഉൾപ്പെടെ ആയിരിക്കും ഡിസംബർ 31-ന് നമ്മൾ അടുത്ത വർഷത്തെ എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്യത്തില്ലേ, അതിനകത്ത് ഇതെല്ലാം ഉണ്ടാവും. സോ നിങ്ങൾ അത് കൃത്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക. നമുക്കൊരു 6 മാസം സമയം തന്നെ
കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക്, ഒരു ഗസറ്റഡ് തസ്തികയിൽ എത്താൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാൻ പറ്റിയ സുവർണ അവസരം തന്നെയാണ്. ഏറ്റവും മികച്ച ക്ലാസ്സുകൾ, അതായത് ഇപ്പം നമ്മുടെ ഈ ഒരു കോച്ചിങ് മേഖലയിൽ നിൽക്കുന്ന ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് അണിനിരക്കുന്ന ക്ലാസ്സുകൾ തന്നെയാണ്. ഡെമോ സെഷൻ കണ്ടു നോക്കാൻ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ സിലബസ് എന്നുള്ള കാര്യങ്ങൾ, എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 30-ാം തീയതി ശനിയാഴ്ച ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സൂം വഴിയാണ്. വെബിനാർ നിങ്ങൾ ഫ്രീ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന്റെ ഈ കാണുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നിങ്ങളെ നമ്മുടെ വെബിനാർ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സൂം വഴിയായിരിക്കും വെബിനാർ നടക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഫാക്കൽറ്റീസിനോട് ഇന്ററാക്ട് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു അവസരം നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനോട് ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ, സ്റ്റഡി സ്ട്രാറ്റജി ഉൾപ്പെടെ എങ്ങനെ പഠിക്കണം, ഏത് സബ്ജക്റ്റിന് വെയിറ്റേജ് കൊടുക്കണം, എങ്ങനെയൊക്കെയാണ് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു വെബിനാറിൽ നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള എല്ലാവരും തന്നെ വെബിനാറിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.